ഇന്നത്തെ സ്പെഷ്യലി അടിപൊളിയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പിസ്സ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ വേഗം തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴിച്ചിട്ടെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തുകൊണ്ടാണ് നമ്മൾ കുഴച്ചിട്ടെടുക്കേണ്ടത്. നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആകുന്നത് വരെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. നല്ലതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് കുഴച്ചതിന് ശേഷം ഓയിൽ ചേർത്തിട്ടൊന്ന് തടവി കൊടുക്കുക. ഇനി നമ്മൾക്കിത് 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ടുള്ള ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾ ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുക്കുക. ആ പാൻ ഓയിലൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആയിട്ട് എടുക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആയി എടുക്കാതെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അത് വേവുന്നത് വരെ നമുക്കതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ ഒരുപാട് അങ്ങ് ഡ്രൈ ആകുന്നത് വരെ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കരുത്. ഒരു മീഡിയം സൈസിൽ നമ്മൾ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റിക്കളയാം. അപ്പോൾ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് എല്ലില്ലാത്ത പീസ് വേണം നമുക്ക് ചിക്കന് ഇതിലോട്ട് എടുക്കാനായിട്ട്. എന്നിട്ട് ഒരു സ്മോൾ പീസാക്കിയിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പിസ്സ സോസ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്തിട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 1 തുടം വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഓണിയനും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഓണിയനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 തക്കാളി ചേർത്തിട്ട് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് ഒറിഗാനോ, അതുപോലെ തന്നെ പട്ട, ഏലക്കായ ഉണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് തന്നെ വഴറ്റിയതിന് ശേഷം മിക്സിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഫൈനായിട്ട് തന്നെ അരച്ചിട്ടെടുക്കണം. എന്നിട്ട് കുറച്ച് ആ ഒരു ഓയിൽ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഒരു 2 മിനിറ്റ് ഇതൊരു തിള വന്നതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചത്, അതായത് ഒരു നിങ്ങൾ എത്രയാണോ ഉള്ളി തക്കാളി എടുക്കുന്നത് അതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് കൊടുക്കാം. ഇനി നല്ലൊരു കളറിന് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് കൊടുക്കണം. ഇനി അതിലോട്ടിലുള്ള മൊസറല്ല ചീസ് ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയി ഒന്ന് ചെക്ക് ചെയ്യണേ. ഇനി ഇതുപോലെ നമുക്ക് ഈ ഒരു ചീസ് നമുക്കൊന്ന് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മൊസറല്ല ചീസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1 ലിറ്റർ പാലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചീസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ആ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ മൊത്തമായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പിസ്സ തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് ഓയിൽ തൂവി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് വലിയ പിസ്സ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ 2 കപ്പ് മൈദമാവ് എടുത്തിട്ട് ചെയ്ത് നോക്കുക. ചെറിയ പിസ്സ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതിലോട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അതെല്ലാം അതിലോട്ട് ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പിസ്സ സോസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ സേവ് ചെയ്തിട്ട് കൊടുക്കുക.
ഇനി നമുക്ക് കടകളിലും സോയാ സോസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചേർത്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാളയാണ് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചുറ്റിലായിട്ട് മധ്യത്തിലൊക്കെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള യെല്ലോ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഗ്രീൻ ക്യാപ്സിക്കം, അതുപോലെ തന്നെ റെഡ് ക്യാപ്സിക്കം എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിലായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ സോസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്, അതിൽ തന്നെ നമുക്ക് ടൊമാറ്റോ ഉണ്ടല്ലോ. അപ്പം നമ്മൾ തക്കാളി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇങ്ങനെയാണ് ടേസ്റ്റ് കൂടുതൽ തോന്നിയത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കൂടുതൽ പിസയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം. ചിലർക്ക് കുറച്ച് മതിയാകും. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് മാത്രമായിട്ട് നമ്മൾക്ക് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാൻ ചിക്കൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ചിക്കന് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അലങ്കരിച്ച് കൊടുക്കുക. എല്ലാ വെജിറ്റബിൾസിൻ്റെ പിസ്സ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലോട്ട് മൊസറല്ല ചീസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ചീസ് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ, നല്ലതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരുപാടങ്ങ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് കൊടുക്കണം. ഒരു 15 മിനിറ്റ് വരെയാണ് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് ടൈം എടുത്തത്. അപ്പോൾ ഗ്യാസിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിനും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കാം. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ.